നമസ്കാരം. ഓരോ ഘട്ടങ്ങളിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഹിന്ദി ഹൃദയഭൂമി ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വം. ഇന്നലെ 5ാം ഘട്ട വോട്ടെടുപ്പ് നടന്ന 49 സീറ്റുകളിൽ 3-ൽ 2 വിജയിക്കുമെന്നാണ് BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. 2014-ലും 2019-ലും നേടിയ വിജയം മേഖലയിൽ ആവർത്തിക്കാൻ പോകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. 2019-ൽ 49-ൽ 32 സീറ്റുകളിലും BJP വിജയിച്ചിരുന്നു. സഖ്യകക്ഷികൾക്ക് 9 സീറ്റുകളടക്കം 41 സീറ്റുകളാണ് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ തവണ NDA നേടിയത്. UP-ലും ബീഹാറിലും 5ാം ഘട്ട വോട്ടെടുപ്പ് നടന്ന എല്ലാ ലോക്സഭാ സീറ്റുകളിലും വിജയപ്രതീക്ഷയിലാണ് BJP. 2019-ൽ ബീഹാറിലെ 5-ൽ 5-ഉം UP-യിലെ 14-ൽ 12-ഉം BJPക്കൊപ്പം നിന്നിരുന്നു. ഇന്നലെ വോട്ടെടുപ്പ് നടന്ന 2 മണ്ഡലങ്ങളായ അമേഠിക്ക് പുറമെ റായ്ബറേലിയിലും ഇത്തവണ വിജയം ലഭിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌവിലും താൻസി, അയോധ്യ, ഗോഡ, കൈസർഗഞ്ച്, ബാരാബങ്കി, കൗശംബി തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം BJP തുടർ വിജയം ഉറപ്പാക്കിയ ഇടങ്ങളാണ്. ബീഹാറിലെ സീതാമതി, മധുബനി, മുസാഫർപൂർ, സരൻ, രാംവിലാസ് പസ്വാന്റെ തട്ടകമായിരുന്ന ഹാജിപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. എല്ലായിടത്തും NDAയുടെ വിജയം ആവർത്തിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ 428 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് അവസാനിച്ചിരിക്കുന്നത്. മെയ് 25-ന് 58 മണ്ഡലങ്ങളിലും ജൂൺ 1-ന് 57 മണ്ഡലങ്ങളുമാണ് ഇനി വോട്ടെടുപ്പ് അവശേഷിക്കുന്നത്. ബാക്കിയുള്ള 114 സീറ്റുകളിൽ 75 സീറ്റുകളും BJPയുടെ കൈവശമുള്ളതാണ്. ഇവിടങ്ങളിലും വിജയം നിലനിർത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ബംഗാളിൽ കൂടുതൽ സീറ്റുകൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മെയ് 25-നാണ് ദില്ലിയിലെ 7 മണ്ഡലങ്ങളടക്കം 8 സംസ്ഥാനങ്ങളിലെ 58 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ്. ദില്ലിയിൽ വീടാന്തരം കയറിയുള്ള പ്രചാരണവും കുടുംബയോഗങ്ങളും റോഡ് ഷോകളും BJPയുടെ കരുത്തുകൂട്ടുന്നുണ്ട്. അഴിമതി കേസിലെ കെജ്രിവാളിന്റെ ജയിൽ ശിക്ഷയും വനിതാ MP സ്വാതി മലിവാളിനെ കെജ്രിവാളിന്റെ വസതിയിലിട്ട് മർദ്ദിച്ചതും ആം ആദ്മി പാർട്ടിക്ക് താഴെത്തട്ടിൽ തിരിച്ചടി നൽകുന്നുണ്ട്. 2019-ൽ 7 സീറ്റുകളിലും 3 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJPക്ക് ഇത്തവണയും സമാന വിജയം ഉറപ്പാക്കാനാവുന്നുണ്ട്. ഹരിയാനയിലെ 10 ലോക്സഭാ സീറ്റുകളും ഈ ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും. ബംഗാളിലെ 8 ലോക്സഭാ സീറ്റുകളാണ് 6ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത്. കഴിഞ്ഞ വർഷം ഇതിൽ 5ഇടത്തും BJP ആയിരുന്നു. 3 സീറ്റുകളിൽ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. ബങ്കൂര, പുരുളിയ, പടിഞ്ഞാറൻ മേദിനിപൂർ ജില്ലകളിൽ മണ്ഡലങ്ങളിലെ സാന്താൾ വിഭാഗ വോട്ടുകളാണ് BJP ഈ ഘട്ടത്തിൽ ശക്തരാക്കുന്നത്. BJP നേതാക്കൾ സുവേന്ദു അധികാരിയുടെ ശക്തി കേന്ദ്രമായ കാന്തി, പൂർവ മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാണെന്ന വിലയിരുത്തലിലാണുള്ളത്. രാജ്യത്ത് വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവ് പ്രതിപക്ഷ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്താത്തതിനാലാണെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 3ാം ഘട്ടം മുതൽ വോട്ടിംഗ് ശതമാനം ശക്തിപ്പെടുത്താൻ BJP കൂടുതൽ താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അതിനാൽ തന്നെ കൂടുതൽ വലിയ വിജയത്തിനുള്ള സാധ്യതകളാണ് ഇതെല്ലാം നൽകുന്നതെന്നുമാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഏതായാലും അന്തിമ വിധിക്കായി കുറച്ചു നാളുകൂടെ കാത്തിരിക്കാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.